ശാലം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഒരു നല്ല സമൂഹത്തെ പടുത്തുയർത്തുന്നതിലും കുടുംബ ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിന് യൂത്ത് ഗൈഡ് ഒരു മാർഗനിർദ്ദേശമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ജീസസ് യൂത്ത് നാഷണൽ ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ റെജി ജെ കരോട്ട് നമ്മളോടൊപ്പമുണ്ട്. സർ, സ്വാഗതം. മാഡം, ഞാൻ നേരിട്ട് കത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. 2 കുട്ടികളുമുണ്ട്. ഓഫീസിലുള്ളൊരു വ്യക്തിയുമായി ഞാൻ പരിചയപ്പെടാനിടയായി. ഞങ്ങളുടേത് നല്ല സൗഹൃദം മാത്രമായിരുന്നു. എന്നാൽ ഈയിടെയായി അയാൾ എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. സ്നേഹമാണെന്നും ഞാനില്ലാതെ അയാൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നും വഴങ്ങാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്താനും അയാൾ ശ്രമിക്കുന്നു. എനിക്കിപ്പോൾ ഓഫീസിൽ പോകാൻ തന്നെ ഭയമാണ്. ജോലി അത്യാവശ്യമായതുകൊണ്ട് ഓഫീസിൽ പോകാതിരിക്കാനും വയ്യ. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ഓക്കെ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് നല്ല സൗഹൃദമാണെന്നാണ്. അതെ അതെ. ഈ നല്ല സൗഹൃദം എന്ന് പറയുന്നവർ ഏതർത്ഥത്തിലാണ് എന്തുമാത്രം പോയി എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരാൾക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് വേണ്ടാത്ത ഒരു ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള ഒരു സൗഹൃദം അവർ കാണിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കളാകുമ്പോൾ അതിനകത്ത് വേറൊന്നും തോന്നുന്നില്ലല്ലോ നമുക്ക്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തമ്മിലെല്ലാം സൗഹൃദങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ കെട്ടിയവനോട് പറയാൻ പറ്റില്ലാത്തത്, അല്ലെ നമ്മുടെ വീട്ടിൽ ഒരാളോട് പറയാൻ പറ്റാത്ത ചില വിഷമങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും. അപ്പോൾ അത് ഓഫീസുകളിൽ നടക്കാറുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെല്ല നമ്മൾ ലെഷർ ടൈമുകളിലോ ഒക്കെ നമ്മളെല്ലാം പറയാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് തെറ്റൊന്നുമില്ല, ആ സൗഹൃദത്തിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അവരെ. അത് ബ്ലാക്ക് മെയിലിങ്ങാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും പിടി വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് ഇവർ പേടിക്കേണ്ട കാര്യമില്ല. കട്ട് ചെയ്യാൻ എന്നാ പാട്? അല്ലെങ്കിൽ അധികാരികളോട് പറയാം നമുക്ക് കട്ട് ചെയ്യരുതോ, നോ എന്ന് പറയുന്നത് തന്നെയായിട്ടുള്ള അത് പറയാൻ പഠിക്കണം. സ്ത്രീകൾ അല്ലെങ്കിൽ ഇതാണ് ഈ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഓഫീസുകളിലൊക്കെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാരുടെ മാത്രം കുഴപ്പമല്ല, സ്ത്രീകളുടെ കുഴപ്പമുണ്ട്. ധൈര്യമായിട്ട് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളോട് ഒരു പരിധി കൂടുതൽ ആരും ആവശ്യമില്ലാത്ത സൗഹൃദം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വീടും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള നമ്മൾക്ക് എന്തിനാ അത്തരം സൗഹൃദങ്ങൾ? അതെനിക്ക് മനസ്സിലാവില്ലാത്ത കാര്യമാണ്. ഈ നല്ല സൗഹൃദം എന്ന് പറയുന്നത് ഓഫീസിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ മിണ്ടുന്ന ഒരാളെന്നുള്ളതായിരിക്കില്ല. ഫോൺ കോളുകൾ കാണും, അവരൊരുമിച്ച് ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, കാറിൽ കയറി പോയിട്ടുണ്ടാവും, സിനിമ കാണാൻ പോവുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ പോവുക, എന്തെങ്കിലും ഒരു ബർത്ത്ഡേ എന്തെങ്കിലും വന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുക, ഇങ്ങനത്തെ ഒത്തിരി. അപ്പം ഞാൻ പറയുന്നത് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് സൗഹൃദങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. കാണുമ്പോൾ ഹായ് ഹലോ വെച്ചു അല്ലെ വർത്താനം പറഞ്ഞു പോരുക. അതിനപ്പുറത്തേക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ആ സൗഹൃദം നമ്മൾ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംതിങ് ഈസ് ദെയർ, എവിടെയോ മനസ്സിലുണ്ട് ശകലം. അത് വളർത്തരുത്, അതിനെ കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്ത് വിടണം. അപ്പം അതുകൊണ്ട് 2 ഫാമിലി പോവുകയാണ്. അയാൾക്കൊരു ഫാമിലിയുണ്ട്, അവർക്കൊരു ഫാമിലിയുണ്ട്. ഇനി ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഇത്രയും കുഞ്ഞുങ്ങളുടെ ഭാവി പോവുകയാണ്. അപ്പം എത്ര ഫാമിലി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൗഹൃദം. അപ്പം അത് നമ്മുടെ ഒരു കൈമോശം, അല്ല നമ്മളുടെ ഒരു കൈപ്പിഴയാണത്. ചെയ്യാൻ പാടില്ല. എനിക്കിങ്ങനത്തെ സമാന കേസുകൾ ധാരാളം വന്നിട്ടുണ്ട്. എനിക്ക് വന്ന ഒരു കേസിൽ ഇതുപോലെ ഒരു അധ്യാപകൻ വേറൊരു കോളേജിലെ അധ്യാപിക പേപ്പർ വാല്യൂഷന് പോയി. അവർ തമ്മിൽ പരിചയത്തിലായി, പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി, അത് പ്രണയത്തിലായി, പിന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നായി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി കുഴപ്പം എല്ലാ ഫാമിലിക്കും കുഴപ്പമാണ്. ചെറുക്കൻ്റെ ഫാമിലിക്ക്, പെണ്ണിൻ്റെ ഫാമിലിക്ക്, മറ്റവരുടെ ഭാര്യ ഭർത്താവ്, ഇങ്ങനെ 4 പേരുണ്ടല്ലോ. പിന്നെ കുഞ്ഞുങ്ങളുണ്ട്, 2 പേർക്കൂടെ 4 കുഞ്ഞുങ്ങളുണ്ട്. ഇനി വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഫാമിലിയെ വരെ ഇത് ബാധിക്കുകയാണ്.
അപ്പോൾ അതായത് നമ്മൾ നോക്കുന്ന എൻ്റെ ഒരു സൗഹൃദം എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, അത് റിയലൈസ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നവർ എല്ലാവരും റിയലൈസ് ചെയ്യേണ്ട കാര്യം ഓഫീസും വീടുമായിട്ട് കൂട്ടിക്കഴിക്കരുത്. ഓഫീസിൽ അല്ലെ സ്കൂളിൽ അല്ലെ കോളേജിൽ അവിടെ വെച്ച് തീർത്തിട്ട് നമ്മൾ തിരിച്ചു പോരണം. പിന്നെ അതെടുത്ത് ചുമന്ന് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുഹൃത്താന്ന് പറയേണ്ട കാര്യമില്ല. അത് വളരെ സൂക്ഷിക്കുക. അപകടം പതിയിരിക്കുന്ന അവിടെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ പോയിരുന്നു പറയാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും സിമ്പതി കിട്ടാനോ സ്നേഹം കിട്ടാനോ ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഓഫീസ് സെറ്റപ്പ് എന്ന് പറയുന്നത് മിക്കവാറും അടുത്തടുത്തിരുന്ന് ജോലി ചെയ്യുന്നോ തൊട്ടടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആളോ ഒക്കെ ആകാം. അത് ഒന്നാമത് ഈ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ക്യാബിനിൽ രണ്ടുപേർ തന്നെയാകും. അവര് ഇതിനകത്ത് എന്താ കാണുന്നതെന്ന് അറിയില്ല. അല്ലെ അപ്പുറത്തിരിക്കുക, ഇനി ഒരുമിച്ച് ഒരു ക്യാബിനിൽ ഇരിക്കണമെന്നില്ല, ഈ സാധനത്തിൽ കൂടെ അപ്പുറത്തിരിക്കുന്ന ക്യാബിനിലോട്ട് ചാറ്റ് ചെയ്യാം. അവിടെ അങ്ങനെ ഒത്തിരി ഓഫീസുകളുണ്ട്. എനിക്ക് വളരെ രസകരമായ അത്ര ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട് ആൾക്കാർ വന്നേ. ഇവരുടെ പ്രണയം അങ്ങനെയാ, ആർക്കും അറിയില്ല. ഓഫീസിൽ ആർക്കും ഇവരെ കണ്ട ഒരു സംശയമൊന്നും വന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഇവർ തമ്മിൽ ചാറ്റിംഗ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ പഴയതിനേക്കാൾ കൂടുതലുണ്ട്. അത് ജോലിക്ക് പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൗഹൃദങ്ങൾ ഒരിക്കലും ആപത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സൗഹൃദമാക്കി മാറ്റാതിരിക്കുക. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരാതിരിക്കുക. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളതിനൊരു വരമ്പ്, അതിർവരമ്പ് സൗഹൃദത്തിന് വയ്ക്കണം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ആൺപെൺ സൗഹൃദങ്ങൾ എന്തുമാത്രം വരെയാണ്? നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നേരത്തെ മാഡം പറഞ്ഞത് തന്നെ ഓഫീസിലെ ബന്ധങ്ങൾ ഓഫീസിലും വീട്ടിലെ ബന്ധങ്ങൾ വീട്ടിലുമായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. രണ്ട്, ഒരു സ്ത്രീയോട് നോ പറയാൻ, ഒരു പുരുഷനോട് നോ പറയാനുള്ള ധൈര്യം അത് നമ്മൾ ആർജിക്കണം. അത് ദൈവികമായി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ മാനുഷികമായി നമ്മൾ പറയേണ്ടി വരും. നമ്മൾ മോശമായിട്ടൊരാൾ ബിഹേവ് ചെയ്താൽ ഇത് മോശമാണ് എന്ന് പറയാനുള്ള ബോൾഡ്നെസ് നമുക്കുണ്ടാകണം. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ ഒരുപക്ഷെ നോ പറയാനുള്ള ആദ്യത്തെ മനസ്സിലായ്മ, ഒരുപക്ഷെ ചായ കുടിക്കാൻ ക്ഷണിച്ചതായിരിക്കാം തുടക്കം. ഒരു ചായയോ ഒരു ജ്യൂസിനോ വേണ്ടി ഒരുമിച്ച് പോകുന്നു, പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ അത് ഷെയറിംഗ് ആയി, പിന്നെ ജ്യൂസിലെ കഥകളായി, പിന്നെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെതായി. ഇപ്പോൾ ഭാര്യയുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും, ഭർത്താവ് സാധനങ്ങൾ തന്നിട്ടില്ല എന്ന് പറയുന്ന കുറ്റങ്ങളുണ്ടാകും. അങ്ങനെയാകുമ്പം നിനക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണെന്നോ ഇല്ല നിനക്കിഷ്ടമുള്ളത് എന്താണെന്നോ മനസ്സിലാക്കാൻ പുരുഷൻ ശ്രമിച്ചിട്ടുണ്ടാകും. പിന്നെ ആ ബന്ധം വേറെ രീതിയിലേക്ക് മാറും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ത്രീക്ക് പുരുഷൻ മേത്ത് തൊടുമ്പോഴോ അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കുമ്പോഴോ അവർക്ക് സെൻസ് ചെയ്യാനുള്ളൊരു വലിയ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകും. ഒരു ബസ്സിൽ കയറുമ്പോൾ അറിയാതെ ഒരാൾ തട്ടുന്നതും ബോധപൂർവ്വം ഒരാൾ തട്ടുന്നതും സ്ത്രീകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതും അതിൻ്റെ റെസ്പോൺസ് നമ്മൾ വണ്ടിയിൽ തന്നെ കാണുന്നതുമാണ്. അപ്പോൾ അത് നോ പറയാനുള്ള ധൈര്യം നമുക്ക് ആർജിക്കണം. ഒരുപക്ഷെ അത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് സ്വന്തമായിട്ട് ആർജിച്ചെടുക്കുന്നതായിരിക്കാം. പക്ഷെ ഇത് ഏത് തരത്തിലാണെങ്കിലും ഈ എല്ലാവർക്കും സ്നേഹവും പരിഗണനയും ആവശ്യമാണ്. പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഞാൻ ഒരിക്കലും എൻ്റെ അയൽവക്കക്കാരിക്ക് കൊടുക്കേണ്ടതല്ല, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർക്ക് കൊടുക്കേണ്ടതല്ല. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ട ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെ കട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്ത് ഒരു വിഷമഘട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് ഒരു തെറ്റല്ല. പക്ഷെ എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുവിടുന്ന കാര്യമില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കുട്ടിക്ക് അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് പെട്ടെന്ന് വയ്യാതെ വന്നു, വേറെ ആരും ഡ്രൈവ് ചെയ്യാനില്ല, സ്കൂളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ കൊണ്ട് തന്നെ പോകേണ്ടി വരുമായിരിക്കും. നമ്മൾ കൊണ്ടുപോകുന്നു, അതോടെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി പിക്ചറുകൾ എടുക്കെ പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഈ കുട്ടി ജോലി രാജിവെക്കേണ്ട ഒരു കാര്യം എനിക്ക് കാണുന്നില്ല ഇതിനകത്ത്. കാരണം അവൾ എന്തിനാണ് ജോലി രാജിവെക്കുന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ജോലി അത്യാവശ്യമാണ്, അതുകൊണ്ട് ഓഫീസിൽ പോകാതിരിക്കാൻ വയ്യ. എന്നാൽ അയാളിൽ നിന്ന് ജോലി അത്യാവശ്യമാണ്, അവള് ജോലി ചെയ്യണം. അയാളിൽ നിന്ന് രക്ഷപ്പെടണ്ട, അയാളോട് നേരിട്ട് പറയണം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇയാൾ വേറെ വഴി നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ പുറകെ വരാൻ പോകുന്നത്? ഞാൻ ചിലപ്പോൾ അയാൾ പിന്നെ പറയായിരിക്കും ഞാൻ വല്ലവരോടും പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. താൻ പറ, ഞാനൊന്നും കാണിക്കുന്നില്ലല്ലോ. ആ ധൈര്യം അവർക്ക് ഉണ്ടായാൽ മതി. നമ്മുടെ ഭാഗത്ത് 100% ശരിയുണ്ടെങ്കിൽ ഈ തെറ്റ് എത്ര പ്രാവശ്യം പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും. ഇത് എൻ്റെ മനസ്സിൽ 10% മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി 90 അറിയാതെ. അതാണ് സാർ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടമോ ഏതെങ്കിലും തരത്തിലുള്ള എന്തോ ഒരു അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
ഇല്ല അയാൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കാണിക്കത്തില്ല. നമുക്ക് നമ്മുടെ അടുത്ത് എപ്പോഴും അതെ, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടാതെ ഒരു പുരുഷനും ഒരിക്കലും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധൈര്യം കാണിക്കില്ല, അത് തീർച്ചയാണ്. അവൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും, പറഞ്ഞിട്ടില്ലെങ്കിലും. ഇപ്പൊ അവൾ ആ തെറ്റ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ കറക്റ്റ് ചെയ്ത് കാണും, അയാൾ കറക്റ്റ് ചെയ്തിട്ടില്ല. അതെ അതെ, അവിടെയാണ് കുഴപ്പം വരുന്നത്. അതുകൊണ്ട് അവളോട് പറയുക, ജോലി ഇപ്പൊ ഞാൻ അവളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജോലി രാജിവെക്കുന്നതിന് ഒരു പരിഹാരമല്ല. കാരണം അവളുടെ കുടുംബം, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവൾക്ക് ജീവിക്കാൻ ജോലി ആവശ്യമാണ്. ഇനി ഇത് ട്രാൻസ്ഫർ വാങ്ങിക്കാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിക്കാം, ഇപ്പോൾ ബാങ്ക് അങ്ങനെ വല്ലതും ആണെങ്കിൽ. ഇനി അങ്ങനെയല്ല വല്ല പ്രൈവറ്റ് ഫേം സ്ഥിരമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്ന ഒരു ഫേം ആണെങ്കിൽ, ഇനി ഡിപ്പാർട്ട്മെന്റ് മാറണമെങ്കിൽ അവൾക്ക് മാറാം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, അത് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മൂന്നാമതല്ലെങ്കിൽ അയാളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കുക. വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കുക. എനിക്കിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പോലെ ഞാൻ കരുതിയതാണ്, പക്ഷെ അയാളിപ്പോൾ എന്നെ അങ്ങനെ അല്ല കരുതുന്നത്. അതുകൊണ്ട് ചേട്ടായി ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂട്ടത്തിലൊന്ന് വാ, നമുക്ക് മൂന്നുപേർ കൂടെ ഒരുമിച്ചിരുന്ന് അയാളെ നല്ലൊരു സുഹൃത്തായിട്ട് കാണാനായിട്ട് ചേട്ടാക്കി കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് പോകുമായിരിക്കും. അങ്ങനെ പറയാൻ പറ്റുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവൾക്കത് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ പഠിക്കാൻ ഒരുവിധം മിടുക്കനാണ്, പക്ഷേ അവന് കണക്ക് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുമാത്രം ചെയ്തു പഠിച്ചാലും പരീക്ഷയാവുമ്പോൾ വല്ലാത്ത ഭയവും. എഴുതിയാൽ തന്നെ കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്കും കിട്ടും. ഒട്ടും ആത്മവിശ്വാസമില്ല. അവൻ വല്ലാത്ത ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു. ഞങ്ങൾ എത്രമാത്രം ആശ്വസിപ്പിച്ചാലും അവൻ വല്ലാത്ത നിരാശയിലാണ്. പരീക്ഷ കഴിഞ്ഞു വന്നാൽ ഞാൻ തോറ്റുപോകും എന്ന് പറഞ്ഞ് കരച്ചിലാണ്. അവൻ്റെ ഈ അവസ്ഥ കണ്ട് ഞങ്ങൾ മാതാപിതാക്കളും വല്ലാത്ത വിഷമത്തിലാണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അവനെ മാത്രം ശ്രദ്ധിക്കാൻ ഒരു നല്ല ട്യൂഷൻ ടീച്ചറും ഉണ്ട്, എന്നിട്ടും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഒരു അമ്മയുടെ ആവലാതിയാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഈ കുട്ടിക്ക് കണക്ക് പേടിയായിരുന്നിരിക്കണം. അതെ, അങ്ങനെ കണക്കിനെ ഭയപ്പെട്ടു പോയത് കൊണ്ട് ചെറുപ്പം മുതലേ അവൻ അതിനകത്ത് ശ്രദ്ധിക്കത്തില്ല. ഒന്നുകിൽ ആ വിഷയം അങ്ങ് മാറ്റിവെക്കും, ബാക്കി വിഷയങ്ങളെല്ലാം പഠിക്കും, എന്നിട്ട് വിഷമമുള്ള വിഷയം അങ്ങ് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് പഠിക്കാതെ പോയി പിന്നെ അവൻ അതിനെ ഭയപ്പെടാൻ തുടങ്ങി. കാരണം അതിൻ്റെ ബേസ് അവന് കിട്ടിയിട്ടില്ല, കണക്കിൻ്റെ അടിസ്ഥാനം കിട്ടിയിട്ടില്ല. അവിടെയാണ് കുഴപ്പം. ട്യൂഷൻ ടീച്ചറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്നന്നത്തെ ചിലപ്പോൾ ഹോംവർക്കുകൾ ചെയ്യിച്ചിട്ട് പോകുന്ന ട്യൂഷൻ ടീച്ചറാണോ എന്ന് അറിയില്ല. പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിത വിജയം നേടിയവരെല്ലാം കണക്ക് പഠിച്ചവരല്ല. അത് വളരെ, എനിക്ക് കണക്ക് പേടിയായിരുന്നു. ഞാനും മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കണക്ക്, ഫിസിക്സും ഒക്കെ. പക്ഷേ ഡിഗ്രി ആയപ്പോൾ ലിറ്ററേച്ചർ എടുത്തു, പിന്നെ സൈക്കോളജി എടുത്തു. എന്തോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് പിള്ളേരെ തിരിച്ചു വിട്ടാൽ മതി. ഹൈസ്കൂൾ വരെ എന്തായാലും അവൻ പഠിച്ചേ പറ്റൂ. 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ അവൻ പഠിച്ചേ പറ്റൂ. അത് അവനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഭാഗം എന്നാന്ന് ചോദിച്ചാൽ, കണക്ക് ചെയ്ത് എഴുതി പഠിക്കാതെ കണക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി അവന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാം, കുറച്ച് സെലക്റ്റീവ് ആകാം. അല്ലെങ്കിൽ വളരെ കണക്കിൽ മിടുക്കന്മാരായ ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് അവനൊരു 3-4 ഒരു സെഷൻ സിറ്റിംഗ് കൊടുത്താൽ കണക്ക് എങ്ങനെ ഈസി ആക്കാമെന്നുള്ള അവന് ഇത് കൂടുതലും ഭയമാണെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ആ കൊച്ചിന് ചെറുപ്പം മുതലേ കണക്ക് ചെയ്യുന്ന മാർക്ക് കുറയുമ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിൽ വഴക്ക് പറഞ്ഞിട്ടായിരിക്കും കണക്കിന് ട്യൂഷൻ വെച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അവൻ കണക്കിനെ പേടിച്ചു പോയി. അപ്പോൾ അവനൊരു നല്ല കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം അവൻ ആ ഒരു ഫിയർ മാറണം. അപ്പോൾ അത് മാറിയിട്ട് കണക്കെന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. അപ്പം അമ്മയും അപ്പനും ഒക്കെ അവർക്കും പേടിയായിരിക്കും. ഈ കണക്കിൻ്റെ പരീക്ഷയുടെ അന്നേ അമ്മയും കരയുന്നുണ്ടായിരിക്കും, എൻ്റെ ദൈവം എൻ്റെ കൊച്ചു വല്ലതും ചെയ്യുമോ, എൻ്റെ കൊച്ചു വല്ലതും എഴുതുമോ, ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കും പേടിയുണ്ടായിരിക്കും. അതുകൊണ്ട് അമ്മ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്, നീ പേടിക്കണ്ട, നിനക്ക് ഇത്ര മാർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി വിഷയത്തിനെല്ലാം നല്ല മാർക്ക് വാങ്ങിക്കുക. കണക്കിന് ജസ്റ്റ് പാസ് ആണെങ്കിലും കാര്യമില്ല. നിനക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്കില്ലാത്ത എത്രയെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, അതുവരെ ഉള്ളൂ ഇത്. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയണം. ഇതിപ്പോൾ അമ്മയും പേടിപ്പിക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ല. പിന്നെ ഈ 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ടീനേജിൽ വരുന്ന സമയമായതുകൊണ്ട് ചിലതിനോട് ഭയവും ചിലതിനോട് ഇഷ്ടവും വരും. അതതിനകത്തെ കാരണം. ചിലപ്പോൾ ഇവനെ എഞ്ചിനീയർ ആക്കണമെന്ന് വലിയ അമ്മ പറയുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. പാരൻസിന് ഇപ്പോൾ എല്ലാവരും എഞ്ചിനീയർ ആകണമല്ലോ. അപ്പോൾ അത് കാരണം എല്ലാവരും എഞ്ചിനീയർ ആക്കണ കണക്ക് വേണ്ടേ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരിക്കും, അയ്യോ നിനക്ക് പറ്റത്തില്ല, എഞ്ചിനീയർ ആകാൻ പറ്റത്തില്ല. അതായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് ഒരു പേടി വരുന്നത്. അതുകൊണ്ട് കുട്ടികളെ മാതാപിതാക്കൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. അവർ ജയിക്കട്ടെ,
അവർ പഠിക്കട്ടെ. ഒരു ടൈം മാനേജ്മെൻറ്റ് കൊടുക്കുക. ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടൈം മാനേജ്മെൻറ്റ് അമ്മ കൊടുക്കുക. എല്ലാ ദിവസവും കഴിയുന്നത്ര അവനെ ഒരേ സമയത്ത് എഴുന്നേൽപ്പിക്കുക, കഴിയുന്നത്ര ഒരേ സമയത്ത് അവനെ ഉറക്കാൻ വിടുക. അവന് രാവിലെ ഒരു കുറച്ച് മണിക്കൂർ, വൈകിട്ട് കുറച്ച് മണിക്കൂർ പഠിക്കാനായിട്ട് ഈ അമ്മയും മോനും കൂടെ കണ്ടെത്തുക. ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കി അവൻ പഠിക്കുന്നിടത്ത് അത് ഫിക്സ് ചെയ്ത് വെക്കുക. ആ ടൈം ടേബിളിൽ മാത്തമാറ്റിക്സിന് പഠിക്കാനായിട്ടുള്ള സമയം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സമയമായിരിക്കണം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഫ്രഷായി പഠിക്കാനിരിക്കുമ്പോൾ ആ മാത്തമാറ്റിക്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ ഇതിൽ നമ്മുടെ പിള്ളേർ കാണിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് അവർ ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കുന്ന ഏറ്റവും ലാസ്റ്റാണ്. അല്ല, ആദ്യമേ ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള വിഷയങ്ങൾ അങ്ങ് പഠിക്കും. എന്നിട്ട് ഇഷ്ടമില്ലാത്ത വിഷയം മാറ്റി മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ വെച്ച് വെച്ച് ഒരു കൂമ്പാരാകും. ഒരു കൂമ്പാരാകുമ്പോഴത്തേക്ക് പിന്നെ ഇതിനെ ഭയപ്പെടാതെ പറ്റത്തില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏറ്റവും ആദ്യം പഠിക്കുക. ഫ്രഷ് ആയിട്ടിരിക്കും. ആദ്യം എന്നല്ല, നമ്മളൊന്ന് ഫ്രഷായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ മാത്സിൽ കുറച്ച് പഠിക്കുക. പിന്നെ നമ്മൾ ടയേർഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈസി സബ്ജക്ട്സിലേക്ക് പോവുക. പഠിക്കാനിരിക്കുമ്പോൾ ഇടത് കയ്യിൽ ടെക്സ്റ്റ്, വലത് കയ്യിൽ പെന്ന്, മുന്നിലൊരു റഫ് ബുക്ക് കൊടുക്കുക. അവൻ എപ്പോഴും വെറുതെ അവൻ വായിച്ചു വിടാതെ നോട്ട് ചെയ്ത് കുറിച്ച് വിടുക. അത്യാവശ്യം നോട്ട് ചെയ്ത് പോകും. വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ, പല കാറ്റഗറീസ് കാണും. അങ്ങനെ അവനൊരു മെത്തേഡ് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് റിവൈസ്, റിസൈറ്റ് ആൻഡ് റിപ്പീറ്റ്. ഇതാണ് പഠിക്കുന്ന രീതി. അവനെ കൂടെ റിവൈസ് ചെയ്യിക്കുക, അത് റിപ്പീറ്റ് ചെയ്യിക്കുക. അപ്പോൾ റിവൈസ് ചെയ്യണം, ആ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവൻ ആ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ കണക്കിനോടൊരു സ്നേഹം വരും. കണക്ക് അത് അല്ലെങ്കിൽ ഏത് വിഷമമുള്ള വിഷയത്തോടും പിള്ളേർക്ക് അത്യാവശ്യം ഒരു ഇഷ്ടം വരും. ഇത് വെറുതെ ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞു, എപ്പോഴൊക്കെ പുസ്തകം എടുത്ത് വെച്ചു, എപ്പോൾ പഠിക്കാനതിന് കണക്കെടുത്ത് വെച്ചു, പഠിച്ചില്ല, കൊച്ചിന് മാർക്ക് കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഒരു മെത്തേഡ്, ഒരു എന്താ പറയുക, മെത്തേഡ് ഓഫ് സ്റ്റഡി, അതൊന്ന് മാറ്റിയെടുത്താൽ ഒരു പക്ഷേ ആ പയ്യനെ അമ്മയ്ക്ക് പൊക്കിക്കൊണ്ട് വരാൻ സാധിക്കും. പിന്നെ അവന് മാർക്ക് കിട്ടുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക. കണക്കിനെ അവൻ ജയിച്ചാൽ അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് പെട്ടെന്ന് ഓർമ്മ വന്ന്, ഒരു കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ച പരീക്ഷയുടെ മുമ്പാണ്. അത് പരീക്ഷയ്ക്ക് അതിന് ഭയങ്കര പ്രയാസമാണ്, കണക്ക് ഭയങ്കര പ്രയാസമാണ്. അന്ന് അത് മോഡൽ എക്സാം എഴുതാൻ പോയി. ഈ കൊച്ചിന് 28, 29 എന്തോ ഒരു മാർക്ക് കിട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുക. അങ്ങ് വന്നപ്പോഴേ വിളിച്ചു, അമ്മേ എനിക്ക് മാർക്ക് കിട്ടി, കണക്കിൻ്റെ മാർക്ക് കിട്ടി. എത്രയുണ്ടടിയെന്ന് ചോദിച്ചു. പറഞ്ഞു 29 എന്നാണ്ട് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, ആർക്കാടി ഫസ്റ്റ് എന്ന് ചോദിച്ചു. ആർക്കാടി ഫസ്റ്റ് ക്ലാസ്സിൽ? അപ്പോൾ അത് അപർണയ്ക്കാം. സെക്കൻഡോ അത് വേറെ ആൾക്കാർ, തേർഡോ ഇതെല്ലാം അമ്മ ചോദിച്ചു. പഠിക്കണമായിരുന്നടി പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ക്ലാസ്സിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു പഠിക്കണം. ഈ കൊച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പഠിക്കുന്നില്ല. അത് ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മാർക്കാണ്. അത് കഴിഞ്ഞ് ഇവള് ക്ലാസ്സിൽ പോകത്തില്ല, പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകത്തില്ല, ഭയങ്കര സമരമായി. അന്നേരമാണ് ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളുമായിട്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. മോളുമായിട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞ് മോളെ വെളിയിലെടുത്തിട്ട് ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സാധാരണ കണക്കിന് എത്ര മാർക്ക് കിട്ടുമായിരുന്നു? ജീവിതത്തിൽ ജയിച്ചിട്ടില്ല ഈ സ്ത്രീ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് കണക്ക് ഭയങ്കര പാടായിരുന്നു, ഞാൻ ജയിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ആ കൊച്ചി 29 മാർക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി മോളെ എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നെറ്റിക്ക് ഒരു ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ 29 എന്നാ മോശമാണോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. നല്ല മാർക്കല്ലേ? അപ്പോഴത്തേക്ക് അവർ പറയുക, അങ്ങനല്ലേ, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ വരുമല്ലേ, ഒരു 40 കിട്ടിയില്ലേ എങ്ങനെയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇതാണ് നമ്മുടെ പേരൻസിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അവരെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ പഠിച്ചു വന്നപ്പോഴും അവരെങ്ങനായിരുന്നു. ഞാൻ പേരൻസിനോട് എപ്പോഴും പറയുന്ന മുടക്കുമുതലനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കും. കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്, അത് നമുക്ക് കിട്ടത്തില്ല. എനിക്കറിയാം, ഞാൻ കണക്കിന് ഭയങ്കര വിഷമമുള്ള ആളായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ ഇഷ്ടമുള്ള വിഷയത്തിൽ വന്നപ്പോൾ അതിനകത്ത് മാക്സിമം നമ്മുടെ ടാലൻസ് കാണിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ആ കൊച്ചിനെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗം അവന് കറക്റ്റായിട്ടൊരു ടൈം മാനേജ്മെന്റ് കൊടുക്കും. എന്നിട്ട് അവൻ്റെ മനസ്സിൽ അവന് പറഞ്ഞു കൊടുക്കുക, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ പറ്റും. അത് അവൻ്റെ മനസ്സിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാതെ ഐ ക്യാൻ അത് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അവന് എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. അവന് കണക്കൊന്ന് ജയിച്ചിട്ട് വരുമ്പോൾ, അത്യാവശ്യം മാർക്ക് കിട്ടുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കുക. ഒരു കൊച്ചു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാം, ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ, അല്ലെ അവന് പഠിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളോ. അവനൊരു നല്ല ലൈബ്രറിയൊക്കെ വീട്ടിലുണ്ടാക്കട്ടെ. അവസാനം ചിലപ്പോൾ അവൻ കണക്കിനായിരിക്കും നല്ല മിടുക്കനായിട്ട് മാറുന്നത്. അമ്മ അങ്ങനെ ഒരു മെത്തേഡ് ഒന്ന് സ്വീകരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. സാർ, ഒരു സബ്ജക്റ്റ് മാത്രം ഇതുപോലെ മോശമായി വരുന്ന കുട്ടിയെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും?
എനിക്ക് 2 കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ആ വിഷയത്തെ സ്നേഹിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. 2, ആ വിഷയത്തിലേക്ക് നേരത്തെ മാം സൂചിപ്പിച്ചത് തന്നെ എത്ര കുറഞ്ഞ മാർക്ക് കിട്ടിയാലും ഗുഡ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഈ വിഷയത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ അവൻ സ്വാഭാവികമായ ടീച്ചറിനെ സ്നേഹിക്കും, അതിന് കുറച്ചുകൂടി നന്മയുണ്ടാവും. പ്ലസ് അവനൊരു പ്രോത്സാഹനം കൂടി ആകുമ്പോൾ അവൻ താനെ അത് ഉയർത്തിക്കൊണ്ടുവരും. കണക്ക് പഠിച്ചുകൊണ്ടോ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടോ മാത്രമല്ല ജീവിതം എന്നവനെ പഠിപ്പിക്കും. അവനെ നല്ലൊരു മനുഷ്യനാക്കാൻ പറ്റിയാൽ അതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു അധ്യാപകനും ഒരു രക്ഷിതാവിനും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം. ഇതൊരു മിനിമൈസ് ചെയ്ത അല്ലെ 10ാം ക്ലാസ് വരെ വേണ്ട നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് പോവാം. വിഷയത്തെ സ്നേഹിക്കുക, പ്രോത്സാഹനം പരമാവധി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിയുന്നതും പെട്ടെന്ന് അവൻ്റെ ഉയർച്ച കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ധാരാളം എക്സ്പീരിയൻസുകൾ സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അമ്മയോട് പറയാൻ ഒരു കാര്യം കൂടെ, ആ മകന് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുക. ആ മകൻ്റെ പ്രായത്തിൻ്റെ സങ്കീർത്തനം എടുത്തു വെച്ച് അവന് വേണ്ടി അമ്മ മനസ്സുരുകി പ്രാർത്ഥിക്കുക. അവൻ ആ വിഷയത്തിലും മിടുക്കനാകും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവനിൽ നിറയാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കണം, അവനെ കൊണ്ട് ആഗ്രഹിപ്പിക്കണം. അവർ രണ്ടുപേരുടെ കൂട്ടായ യജ്ഞത്തിലൂടെ നിന്നാൽ വളരെ അധികം അല്ലാതെ തന്നെ അവനെ മിടുക്കനാക്കി എടുക്കാൻ ആ അമ്മയ്ക്ക് പറ്റും. കുട്ടികളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാതെ സാധാരണ പഠിക്കാനുള്ള വിഷയങ്ങൾ മാത്രമല്ല, അവനെ ഒരു നല്ല മനുഷ്യനാക്കിയെടുക്കുക. അതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇനി വീണ്ടും മറ്റു ചില കത്തുകളുമായി അടുത്തയാഴ്ച കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങൾക്ക് എഴുതാൻ മറക്കരുത്. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.